ഗ്യാസിന് വില കയറി, അരിക്ക് വില കയറി, എണ്ണയ്ക്ക് വില കയറി, എല്ലാത്തിനും വില കൂടി അല്ലേ. ഹോട്ടൽ നടത്തുന്ന ആളുകൾ വരെ കച്ചവട നഷ്ടത്തിലാണെന്ന് പറയുമ്പോഴാണ് 3 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഒരമ്മ ഇതിങ്ങനെ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നത്. ഒന്നും പ്രതീക്ഷിക്കാതെ ഈ അമ്മ എല്ലാ ദിവസവും ഇങ്ങനെ ഭക്ഷണം കൊടുക്കുകയാണ്. അമ്മയെ തേടി വരുന്ന കുറേ മനുഷ്യരുണ്ട്. എനിക്ക് തോന്നുന്നു വിശപ്പാണ് ഏറ്റവും വലിയ വികാരം. അപ്പം അത് നിറവേറ്റുന്ന ഒരാളെന്ന് പറയണത് നമ്മൾ ശരിക്കും അവരെയൊക്കെ തൊഴണം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിലാണ് ഇത്, കല്ലുംതാഴം. ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ജൂലൈ 14, 2022 ജൂലൈ 14 ഡാൻസിങ് മൈൻഡിൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യണത്. അങ്ങനെ നമ്മൾ 4 വർഷം പൂർത്തീകരിച്ചേക്കുക. അപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ആദ്യം മുതലേ മനസ്സിലുണ്ട്. പിന്നെ എൻ്റെ ലൈഫിൽ നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായിട്ട് എന്താണെന്നുള്ള ഒരു പ്ലാൻ അത് എവിടെ നിന്നെങ്കിലും എന്നെ തേടി വരും. അങ്ങനെ എന്ത് ചെയ്യണം, ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് തന്നെയായിരുന്നു മനസ്സിലുള്ള പ്ലാൻ. അപ്പോൾ അത് കൃത്യമായിട്ട് എന്നെ തേടി ജലജാമ്മയുടെ, കല്ലുംതാഴത്തെ ജലജാമ്മയുടെ ഫോൺ എന്നെ തേടി വന്നു. മോളെ, അമ്മ 3 വർഷം പൂർത്തീകരിക്കുകയാണ്, അപ്പോൾ ഇതുവഴി വരുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരണേന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിൽ ഭക്ഷണം കൊടുക്കാനാണല്ലോ ഉദ്ദേശിച്ചത്, എന്നാൽ പിന്നെ ഇതിനപ്പുറം വേറൊരാളില്ലല്ലോ. കഴിഞ്ഞ 3 വർഷമായിട്ട് അനാഥരായവരും ആരോരും ഇല്ലാത്തവരും തെരുവിൽ അലയുന്ന ആളുകളൊക്കെ ആയിട്ടുള്ള മനുഷ്യർക്ക് ഉച്ചയ്ക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ആളാണ് ജലജാമ. അപ്പോൾ ഇന്നത്തെ ഭക്ഷണങ്ങൾ പായസവും കൂടി ചേർത്തുള്ള ഇന്നത്തെ ഭക്ഷണം നമ്മളെ വകയാണ്, ചാനലിൻ്റെ വകയാണ്. ചാനലിൻ്റെ വക എന്ന് പറയുമ്പോൾ ആ ചാനലിൽ കാണുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളതാണ്, നിങ്ങളുടെയും കൂടിയാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഭഗവാന്റെ കൃപ കൊണ്ട് ഇതുവരെ ഒരു മുടക്കോ കാര്യങ്ങളോ ഒരു അവസ്ഥ വന്നിട്ട് പോലുമില്ല. ഗ്യാസില്ലാതെ ഏതെല്ലാം ഹോട്ടലിൽ നിർത്തി, നമുക്കതൊന്നും ബാധകമല്ല. അതെല്ലാം എന്താ പറയല്ലേ, ഒരു ശക്തി എന്നെ മുന്നോട്ട് നയിക്കുന്നു. അസുഖമൊന്നും ഇല്ലാതിരുന്ന് ഭഗവാൻ, ഞാൻ എല്ലാവരുടെ അടുത്തും കഴിക്കുമ്പോൾ പറയുന്നത് ഏതാ, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇത് വെച്ച് തരാനുള്ള ആവത് എനിക്ക് തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ഇത് നടന്നു പോകണം. എനിക്കല്ലാതെ ഒരു സമ്പാദ്യമോ മുതലോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. വാടക കൊടുക്കണ്ടേ? 3000 രൂപ വാടക കൊടുക്കണം. ഒരു മോൾ അയച്ചു തരുവാണ്, ഒരു ബന്ധുമോള് ദൂരെയുണ്ട്, ബാംഗ്ലൂരുണ്ട്. ഇതിന്റെ വാടക കൊച്ചയച്ചു. അത് ഭഗവാനോട് നന്ദി പറയുന്നു. പിന്നെ ഈ എല്ലാ ജനങ്ങളും ഇത് കണ്ട് നമ്മളെ സഹായിച്ചതും എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും എല്ലാം കൊടുത്ത് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അവർക്ക് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാനുള്ള മനസ്സ് തോന്നട്ടെ. കുറച്ചും കൂടി സൗകര്യം ഉണ്ട് അല്ലേ അവിടത്തെക്കാൾ? കുറച്ചുകൂടെ സൗകര്യം ഉണ്ട് പോലെ. അമ്മയ്ക്ക് പല പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ അംഗീകാരങ്ങളാണ് ഇതൊക്കെ. പല തരത്തിലുള്ള ആദരവ്, പത്രങ്ങളിലും വനിതയിലും ഒക്കെ വന്നിട്ടുള്ള വാർത്ത. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഫോട്ടോ നമ്മൾ വന്ന് അമ്മയുടെ പിറന്നാളിന് കേക്ക് മുറിച്ചതിൻ്റെ. അതെ, അവിയലിൻ്റെ കൂട്ടിട്ട് അവിയലും കൂടെ കഴിഞ്ഞ് അവിയലിൻ്റെ പണി കഴിഞ്ഞു അല്ലേ അമ്മ? അപ്പം എത്ര മണിക്ക് തുടങ്ങും? 6 മണി കഴിഞ്ഞു. ആണോ? പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാലാണ്, അതാണല്ലാണ് അവിയലിൻ്റെ ഒരു പൂർണ്ണത വരുള്ളൂ. അമ്മയ്ക്ക് തോന്നി എപ്പോഴെന്തൊക്കെയോ ചെയ്ത്. അണ്ടിപ്പരിപ്പ് അല്ലേ, തീയൽ പോലെ. നല്ല രസം കേട്ടോ. കശുവണ്ടി ഇങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടി ഒരു കറി, നല്ല ടേസ്റ്റ്. ഞാൻ വിചാരിച്ചിട്ട് എന്തെങ്കിലും ഉയരങ്ങളിലെത്തും. ഇതൊന്നും അല്ല, ഒരുപാട് ഉയരങ്ങളിലെത്തും കുഞ്ഞെ. മോളെ ഒരിക്കലും അമ്മ മറക്കത്തില്ല. കാര്യം ഫസ്റ്റ് വീഡിയോ എടുത്ത മോളാ. ഇപ്പൊ അമ്മേനെ എല്ലാവർക്കും അറിയാം, ഒരുപാട് വാർത്തകളിലും. ഇന്നൊരു കൊച്ചും കൂടെ വരും അമ്മേനെ കാണാൻ. അവനോട് കൊല്ലത്തെ വീഡിയോ ഒക്കെ ചെയ്യണേ, രാഹുൽ കൊല്ലം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞപ്പോൾ ചേച്ചി കുറേ കാലമായിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കണേ അവിടെ ഒന്ന് പോകണമെന്ന്, ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. ക്യാബേജ് ഞാൻ തുറക്കാം. പരിപ്പ് കറി, നല്ല കട്ടിയുള്ള പരിപ്പ് അടച്ച് തന്നെ വെച്ചേ. കടുവും കൂടെ വറുത്താൽ മതി. ചൂടാക്കിക്കൊണ്ട ഇത് ഇതിൻ്റെ അടപ്പല്ലേ? അതിൻ്റെ അടപ്പ. സാമ്പാറിനുള്ള കഷ്ണം എല്ലാം വേവിച്ച് വെച്ചു. ഇനി മസാലക്കൂട്ട് ചേർത്ത് കടുക് വറുത്തിട്ടാൽ മതി അല്ലേ? പൊടികളെല്ലാം അവിടെ തന്നെ അമ്മ തന്നെ പൊടിച്ചതാ. ഇതും അല്ലേ? ഉപ്പ് നോക്കണം. ഇന്നത്തേക്കുള്ള സാമ്പാർ റെഡി. സേമിയയും ചൗവരിയും കൂടെ നെയ്യിൽ വറുത്ത് വയ്ക്കും. ഇനി ഇതിൽ കിടന്ന് അങ്ങ് വെന്തോളും അല്ലേ? പഞ്ചസാര ലാസ്റ്റ് അല്ലേ ചേർക്കോളൂ? പഞ്ചസാര ലാസ്റ്റ്. നല്ല ഗ്ലാസ് പോലെയാവും അല്ലേ ഇത് വെന്ത്? സേമിയ വെന്തു. കഴിഞ്ഞ ആഴ്ച അടയായിരുന്നു. കഴിഞ്ഞല്ല, 2 ആഴ്ചക്ക് മുമ്പ് അടയായിരുന്നു. അതിനു മുമ്പ് കടലയായിരുന്നു. അപ്പൊ
അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് മാസത്തില് 1-2 ദിവസമൊക്കെ കൊടുക്കാൻ പറ്റും. ഒക്കെ കൊടുക്കാൻ പറ്റുന്നു. മറ്റേ 3, 4, 5 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം 2 എണ്ണം, കഴിഞ്ഞ മാസം 2 എണ്ണം ഉണ്ടായിരുന്നു. അതേ പായസം നമ്മൾ കുറച്ച് ഗ്ലാസ്സിലോട്ട് പകർത്തി വെക്കാന്ന് വെച്ചു. ഇനി ആളുകൾ വരുമ്പോൾ എടുത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ കൊല്ലം ഭാഗത്തോ ചിന്നക്കടയോ അല്ലെങ്കിൽ കല്ലുംതാഴോ പാൽക്കുളങ്ങരയോ ഇവിടെയൊക്കെ വിശന്നിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു നേരത്തെ ആഹാരം അമ്മ അത് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പട്ടിണി കിടക്കണ്ട. നിങ്ങൾക്ക് ഏതൊക്കെ ദിവസം അമ്മ ഇല്ലാത്ത വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ബാക്കി എല്ലാ ദിവസവും അമ്മ ഇവിടെ കാണും. 2 ദിവസം അമ്പലത്തിൽ കഞ്ഞിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പാൽക്കുളങ്ങര അമ്പലത്തിലാ? പാൽക്കുളങ്ങര അമ്പലത്തിൽ ഞായറാഴ്ച, പിന്നെ വ്യാഴാഴ്ച കല്ലുംതാഴം. അവിടെ ചോറ് ഇവിടേക്ക് വെക്കാം അല്ലേ? വിളമ്പി സാമ്പാർ, പരിപ്പ്, അവിയൽ, തോരൻ, അച്ചാറ്, പപ്പടം, ഇത്രയാണ് ഇന്നുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു പായസവും കൂടെ. അമ്മേനെ തേടി കഴിക്കാൻ വരുന്ന ആളുകളൊക്കെ എത്തി. അവരാ സമയമായപ്പോഴേക്കും അല്ലേ, അവർക്ക് അറിയാം. കാക്കയ്ക്ക് കൊടുക്കാൻ വേണ്ടി അമ്മ എടുക്കുന്ന സ്ഥിരമായിട്ട് അവർക്ക് കൊടുക്കും. മനുഷ്യന്മാർ മാത്രമല്ല അല്ലേ, ജീവികൾക്കും കൂടെ ഭക്ഷണം വേണ്ടേ? എല്ലാ കൂട്ടവും വെച്ചാ കൊടുക്കണം അല്ലേ? എല്ലാരും കഴിച്ചോളൂ. പായസം കുടിച്ചിട്ട് പപ്പടം വെക്കുന്ന ഇത് വെക്കുമ്പോ തന്നെ വരുവോ കഴിക്കാൻ? അവർക്ക് അറിയാല്ലേ സമയമൊക്കെ? ഇന്നിപ്പം വരുമോന്നറിയില്ല. 12:30 അവരുടെ സമയം. 12:15 ഭയങ്കര സ്വാദാ. അച്ചാറ് സാമ്പാറൊക്കെ നല്ല മണം. അമ്മ തന്നെ ഉണ്ടാക്കണ മസാലപ്പൊടിയൊക്കെയാ സാമ്പാറിന്റെ. വെള്ളം മോളെ അധികം ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കും. സൗമ്യമോടെ കണക്കാ പായസം എല്ലാം. ആരെങ്കിലും ഇങ്ങനെ ഏൽപ്പിക്കുമ്പോ പായസം കാണും. അമ്മ തന്നെ വെച്ച് കൊടുക്കുമ്പോ അത് മറന്നു സാരമില്ല. അവിടെ എല്ലാരും ഇങ്ങോട്ട് എല്ലാരും വന്ന് വാങ്ങും. വെള്ളം തരാം. പായസം കിട്ടിയാ? വെള്ളം വേണോ? വെള്ളം എടുത്താ? ചോറ് തരട്ടെ? ഒരു വറ്റ് പോലും കളയാൻ പാടില്ല ഇതിനകത്തുനിന്ന്. എന്തോ ഒരു മനുഷ്യര് തേടി വരുന്നതാ. നല്ല ഭക്ഷണമാണ് കേട്ടോ. അന്ന് ഞാൻ ഇപ്പോൾ 3ാമത്തെ വട്ടം ആദ്യമൊക്കെ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ കഴിക്കുന്നില്ല, അർഹതപ്പെട്ട ആർക്കെങ്കിലും കിട്ടട്ടെ അമ്മ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞു ഇതൊരു പ്രസാദം പോലെയാണ്, ഒരല്പമെങ്കിലും കഴിച്ചേച്ചും വേണം പോവാൻ എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളിങ്ങനെ എല്ലാവരും സ്വാർത്ഥതയാണ്, എല്ലാവരും അങ്ങനത്തെ ആളുകളാണ്, പരസ്പരം ദ്രോഹിക്കുക. ഓരോ ദിവസത്തെ ഇന്നും പത്രം തുറന്നപ്പോൾ ഭയങ്കര സങ്കടമുള്ള വാർത്തകളാണ്. കുത്തിക്കൊന്നു, വയസ്സായവർ ഉപദ്രവിച്ചു, പൂട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകളൊക്കെ കാണുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ ഈ അമ്മ എല്ലാ ദിവസവും ഇങ്ങനെ ഭക്ഷണം കൊടുക്കുകയാണ്. അമ്മയെ തേടി വരുന്ന കുറേ മനുഷ്യരുണ്ട്. എനിക്ക് തോന്നുന്നു വിശപ്പാണ് ഏറ്റവും വലിയ വികാരം. അപ്പം അത് നിറവേറ്റുന്ന ഒരാളെന്ന് പറയണത് നമ്മൾ ശരിക്കും അവരെയൊക്കെ തൊഴണം. ഞാൻ ആദ്യത്തെ തവണ വീഡിയോ എടുക്കാൻ വരുമ്പോൾ അമ്മ തൊഴിലുറപ്പിന് പോകും. എന്നിട്ട് ആ കിട്ടണ പൈസയ്ക്ക് ഇവിടെ വന്ന് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കും. 15 ഊണ് 10 ഊണ് അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്. പിന്നെ അമ്മയ്ക്കും അസുഖങ്ങൾ വന്നു. അമ്മയ്ക്കൊരു വലിയൊരു ആക്സിഡൻറ്റ് വന്നു, തല വലിയ സർജറി കഴിഞ്ഞു. അങ്ങനെയൊക്കെ വന്നെങ്കിൽ അതാ പറഞ്ഞു 7 ദിവസം ആ സ്റ്റിച്ച് വെട്ടുന്ന 7 ദിവസമാണ് അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുകയും വീട്ടിലിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. വീണ്ടും തലയിലൊരു തുണിയും കെട്ടിക്കൊണ്ട് വന്ന് ഇവിടെ വന്ന് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വലിയൊരു സാമ്പത്തിക സഹായം പുറത്തുനിന്ന് അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഇന്നിപ്പോൾ നമ്മൾ ചാനലിൻ്റെ ഒരു 4 വർഷം പൂർത്തീകരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഇന്ന് കൊടുക്കുന്നത്. ഇതുപോലെ ആരെങ്കിലും മരിച്ചതിൻ്റെ ആണ്ടോ അല്ലെങ്കിൽ കൊച്ചുങ്ങൾ പിറന്നാളോ വെഡ്ഡിങ് ആനിവേഴ്സറിയോ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ മാസത്തിൽ 1-2 ദിവസമാണ് അങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വലിയ സംഭാവനകളോ ഒന്നും മേടിച്ചിട്ടല്ല അമ്മ ഊണ് കൊടുക്കുന്നത്. അമ്മയ്ക്ക് എന്തെങ്കിലും കിട്ടിയാൽ, അതിപ്പോൾ പെൻഷനായാൽ പോലും എന്ത് കിട്ടിയാലും അമ്മ അത് ഇതിലേക്ക് അങ്ങ് ഇടുവാണ്. കാരണം അത് കുറേ മനുഷ്യർക്കുള്ള ഭക്ഷണത്തിനുള്ളതാണ് എന്നുള്ളൊരു ചിന്തയിൽ. അപ്പം അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സന്തോഷം 10 മനുഷ്യർക്ക് ആഹാരം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്.
അമ്മയെ വിളിക്കുകയോ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ചെറിയ തുക അയച്ചു കൊടുക്കാൻ പറ്റും, അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. ഒരു നിർബന്ധവും ഇല്ല, ആരും കൊടുത്തില്ലെങ്കിലും അമ്മ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അമ്മ പറയണ പോലെ അതൊരു നിയോഗമാണ്, അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ മുടങ്ങാതെ, അതങ്ങ് നടന്നോളും. അപ്പോൾ ഞാൻ ഇനി ഇപ്പോൾ ഈ വീഡിയോ ഇട്ടതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. കാരണം ആ റോഡിൽ നിന്ന് ഇങ്ങടേക്ക് മാറിയപ്പോൾ കുറേ മനുഷ്യരൊന്നും അറിഞ്ഞില്ല. സ്ഥിരമായിട്ട് വരുന്ന കുറേ ആളുകളുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ നടന്ന് വരാൻ പറ്റാത്ത കുറേ പേര് അങ്ങനെ ഒഴിവായിപ്പോയി. കാരണം അവർക്കൊന്നും ഇങ്ങടേക്ക് എത്താൻ പറ്റണ്ടേ, അത് അടുത്തായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ട് വരണം, ഈ പണിയൊക്കെ നടക്കണം. നേരെ ഇങ്ങനെ നോക്കിയാൽ 100 മീറ്ററിൽ നമുക്ക് ബൈപ്പാസ് റോഡ് കാണാം, പക്ഷെ അതിൽ കൂടെ വഴിയില്ല. ഒരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ആരെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, ഈ നമ്മുടെ അടുത്ത് ആരെങ്കിലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാലോ, ഇതാ ഇന്ന സ്ഥലത്ത് ഊണ് കൊടുക്കുന്നുണ്ട്, അമ്മയുടെ അടുത്ത് പോയിട്ട് ഊണ് കഴിച്ചോളൂ എന്ന് പറയാലോ. അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു വിടുവാണെങ്കിൽ അവർക്കിടെ ഒരു വയറ് നിറയും. ഇവിടെ 10, 25, 30 പേരൊക്കെ ഇപ്പോൾ എല്ലാ ദിവസവും വന്ന് കഴിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ വിശേഷ ദിവസങ്ങളിൽ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഏർപ്പാട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെയൊക്കെ ഏർപ്പാട് ചെയ്യുന്ന ദിവസം 50 പേർക്കുള്ള ഊണ് കരുതുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സന്തോഷം, വിശേഷം. കൂടെ നിന്നതിന്, സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. 3 വർഷത്തേക്ക് പോവുകയാണ് അല്ലേ? ഡിസംബർ വരുമ്പോഴേക്കും 3 വർഷം പൂർത്തീകരിക്കും. എങ്ങനെയാ അമ്മയുടെ വിശേഷങ്ങൾ പറ? കാരണം ഇതൊരു ജോലിയല്ല, ഇതിന് പ്രത്യേകിച്ച് ലാഭവും ഇല്ല. പക്ഷെ എന്നിട്ടും 6 മണിക്ക് അമ്മ എണീറ്റ് ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യണം. ആ അനുഭവം എങ്ങനെയാ? എന്താ അതിന് അമ്മ? മോളെ രാത്രിയായ എണീക്കൊന്നും ഒരു ഉറപ്പുമില്ല, അത്രയ്ക്ക് അവശതയാണ്. കാലും കയ്യും എല്ലാം 6-7 ഗുളികയും തിന്നിട്ടാണ് കിടക്കുന്നത്. പക്ഷെ 5 മണിക്ക് കണ്ണ് തുറക്കും. തുറന്നാൽ 6 മണി കഴിയുമ്പോഴത്തേക്ക് എണീറ്റ് ഇവിടെ വരാൻ തോന്നും. ഇപ്പം പിന്നെ ഈ കുക്കറിലൊക്കെ ആണ്ട് ഇച്ചിരി താമസിച്ചായാലും ഇവിടെ എത്തിയിരിക്കും. എന്തെങ്കിലും ഒരു ദിവസേ ഇപ്പൊ നാളേക്ക് അരി വെക്കാൻ അരി ഇല്ല, അമ്മ അങ്ങനെ വിഷമിച്ച് നിന്നിട്ട്? ആ വിഷമിച്ച് ഇല്ല, അരി ഒരിയാൾക്ക് കിട്ടി ഇതായപ്പോഴപ്പോഴും അരിയില്ല, അന്നും വെക്കണം പിറ്റൊന്നും വെക്കണം, ആരും ഇല്ല വാങ്ങിക്കാൻ പോയി. ഇവിടെ അടുത്ത് കടകളില്ല, 3-ാം കുറ്റിയോ 2-ാം കുറ്റിയിലോ പോകണം. അങ്ങനെ വിഷമിച്ച് നിന്ന് അപ്പോഴും തന്നെ 10 കിലോയുടെ ഒരു അരി പാക്കറ്റ് കിട്ടി 7 സ്റ്റാർ. അതുകൊണ്ട് അന്നം മുടക്കേണ്ടി ഇല്ല. അതേപോലെ തന്നെ നാളത്തേക്ക് ഇല്ലേ അരി സാധനങ്ങളൊക്കെ തീർന്നു ഭഗവാനെ എന്ന് ഇങ്ങനെ വിളക്ക് കത്തിച്ചിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ആരെങ്കിലും 500 രൂപ കൊണ്ട് തന്നിട്ട് പറയും നാളത്തെ പച്ചക്കറിയും സാധനവും വാങ്ങിച്ചോളാം. അങ്ങനെയൊക്കെ ഭഗവാന്റെ കൃപയെ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. അതേപോലെ നമ്മൾ വിഷമിക്കുന്ന ആ സന്ദർഭങ്ങളിൽ നമുക്ക് ആരെങ്കിലും വെള്ളമില്ല പൈപ്പിൽ വന്ന് യോ ഭഗവാനെ ആരും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ആരെങ്കിലും ചോറിൽ നിന്ന് ഇവിടെ കൊണ്ടുവരും, അവരുടെ പറയൂ, അപ്പോഴും വെള്ളം എടുത്തു തരും എല്ലാ സഹായത്തിനും. പിന്നെ അവിടെ വെച്ചാണെങ്കിൽ ചോറ് വെക്കാനൊക്കെ നമുക്ക് ആളുണ്ട്, കടകളുള്ളതുകൊണ്ട് അവരൊക്കെ ഓടി വരും. ഇവിടെ പിന്നെ അങ്ങനൊന്നും ഉള്ള ആരും ഇല്ല. പക്ഷെ ഭഗവാൻ ആരെങ്കിലും ഒക്കെ അപ്പോഴും വിട്ടുതരും. പിന്നെ ഇപ്പോൾ ഒരാളുണ്ട്, ആള് പൈസക്കൊന്നും അല്ല, വന്നൊരു സേവനം രാവിലെ വന്നൊന്ന് അരിഞ്ഞു ഇറക്കി തരുവോ ഒക്കെ ചെയ്ത് തന്നിട്ട് പോകും. ഇന്ന് വന്ന് അരിയൊക്കെ വെച്ച് തന്നിട്ട് പോയി. ഇനി കുറച്ച് കഴിയുമ്പം വരും. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് വേറെ എവിടെയും പോകാൻ പോലും പറ്റൂല. ഇല്ല എങ്ങും ആ ഒരു ചിന്തയില്ല, എങ്ങും പോണോന്നില്ല, മക്കളെന്നോ കുടുംബമെന്നോ ഒന്നുമില്ല. നേരം വെളുക്കുക വരിക, ഇവിടുത്തെ കാര്യം ഒരു ടെൻഷനും കാര്യവും ഒന്നുമില്ല. വീട്ടിലാണെങ്കിലേ മോളെ സത്യമായ വാക്കാ അമ്മ പറയുന്നത്, വീട്ടിലാണെങ്കിൽ കറിക്ക് വേണം അരിക്ക് വേണം അങ്ങനെയൊക്കെ ചിന്ത നമുക്ക് വരുമല്ലോ, നമ്മൾ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു ചിന്തയും എല്ലാം നടക്കുന്നുണ്ട്. മക്കളും സപ്പോർട്ട്. ഇപ്പൊ ഈ കാല് വയ്യാതായുടെ മോല് മോനായി കട്ടിങ് വരെ കൊണ്ടാക്കുന്നത്, മോന് കൊച്ചുങ്ങളെ കൊണ്ടുപോകണം, അതുകൊണ്ട് ഗേറ്റടച്ചാ പാടാ, അതുകൊണ്ട് അവിടെ കൊണ്ടാക്കിയിട്ട് പോകും. 1 മാസം കൊണ്ട് മോനാ ഉണ്ടാക്കുന്നത്. കാല് വരാനുള്ള കാല് വയ്യ, നടന്ന് അവിടെ നിന്ന് ഇവിടം വരെ നടക്കാൻ വയ്യ. കാര്യം പാൽക്കുളങ്ങര അമ്പലത്തിന് കിഴക്കോശ ആട്ടോ 40 രൂപ മതി. പക്ഷെ അത്രയും ദൂരം നമ്മൾ കാലത്തെ നടന്നു വന്നോണ്ടിരുന്നതാ, ഇപ്പൊ ഒട്ടും വയ്യ. അല്ല അമ്മയെ സംബന്ധിച്ച് ഓരോ ദിവസം ഉറങ്ങുമ്പോഴേ നാളെ രാവിലെ വിശന്ന് നിൽക്കണ കുറെ മനുഷ്യരുടെ അയ്യോ അതെല്ലാം മോളെ രസം കേട്ടാ, മോള് ചിരിക്കരുത്. ഹോസ്പിറ്റലിൽ ചെന്ന് മെട്രീനയിൽ തയ്യലും ഒക്കെ ഇട്ട് കിടക്കുമ്പോ പൊതി കൊടുക്കണമെന്ന് ഞാൻ ഇങ്ങനെ പറയുന്നു. പൊതി വാങ്ങിയരുണ്ണി. അപ്പോൾ ഈ ഡോക്ടർ എന്നിട്ട് വെളിയിൽ മോനോട് ചോദിച്ച് ഈ അമ്മ പൊതിയുടെ കാര്യം പറഞ്ഞ് എന്തുവാന്ന്. ഈ അമ്മ അപ്പോഴും മുതൽ പറയുന്നത് പൊതി. അപ്പൊ ബോധമില്ലാതെ കിടക്കുമ്പോഴും എൻ്റെ മനസ്സിൽ അന്ന് തിങ്കളാഴ്ച ദിവസം ചോറ് കൊടുക്കണ്ടേ, അതുകൊണ്ടായി വെപ്രാളത്ത് ഈ വണ്ടിയിൽ കയറി വന്നത്. ചോറ് പൊതി അപ്പോഴും പറഞ്ഞ അമ്മ ഇങ്ങനെ ചോറ് കൊടുക്കുന്നേ, ഇന്ന് ചോറ് കൊടുക്കണം. അപ്പം അമ്മ ഇല്ലാത്തപ്പോൾ പൊതി വാങ്ങിച്ചു കൊടുക്കും. ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ആ പൊതിയുടെ ഓർമ്മയാ അമ്മയ്ക്കെന്ന്. പിന്നെ ഞാൻ കണ്ണെല്ലാം തുറന്ന്, എനിക്ക് ഉള്ളിൽ നല്ല ഓർമ്മയുണ്ട്. ഞാനെല്ലാം വന്ന് മെഡിക്കലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ ചോദിച്ചു ഇനിയും പൊതിയണോ, ചോറ് പൊതി. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഞാനത് ഉൾക്കൊണ്ടത്. വയ്യ, പക്ഷെ 7 ദിവസമേ ഞാൻ ചോറ് മുടക്കിയുള്ളൂ. 7 ദിവസം അവധി ദിവസം. സ്റ്റിച്ച് വെട്ടണതിന് മുമ്പേ ഇങ്ങോട്ട് വന്നു. സ്റ്റിച്ച് 7-ന്റെ അന്ന് എടുത്തിട്ട് വന്നു. അന്ന് തലേ തുണിയെല്ലാം ഇട്ടുകൊണ്ട് അവിടെ വന്നിരുന്നു. ഓരോരുത്തരെല്ലാം സഹായിച്ച് കുറച്ച് പേർക്ക് വീതം വെച്ച് കൊടുത്തു. എന്നാലും പാടല്ലായിരുന്നു ഇത്രയും സ്റ്റിച്ചൊക്കെ തലയിൽ വെച്ചിട്ട്? തലകറക്കമൊക്കെ ഉണ്ടായിരുന്നു, കുനിയത്തില്ലായിരുന്നു ഞാൻ.
ഇനി അതൊക്കെ പോയി. അതാ പറഞ്ഞ ആ ശക്തി നമ്മുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് എല്ലാം നടന്നു പോകും. അതെ, അത്രയും വലിയ അപകടത്തിൽ എന്തൊക്കെ വേണമെങ്കിലും ഓർമ്മയില്ലാതാകാൻ ഡോക്ടർ തന്നെ ചോദിച്ചു, വീണമ്മയെല്ലാം ഇത് വീണാണെങ്കിൽ ഇങ്ങനെ വരത്തില്ല, ഒരുപാട് ഇത് വരും എന്നും പറഞ്ഞ്. പക്ഷെ അവര് സ്കാനുകൾ MR സ്കാനും അതും ഇതും എല്ലാം എടുത്ത് അങ്ങനെ കുറെ പൈസ നമുക്ക് ആയി. ഇപ്പൊ മുഴുവനായി ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ മുട്ട് രണ്ടുമേ ഉള്ളു എനിക്ക് പ്രശ്നം. മുട്ടുവേദന ഇല്ലെങ്കിൽ, മുട്ടും ഈ കൈയും ഇതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് മോളെ ഇന്ന് ചോറ് കൊടുത്തിട്ട് പോയി മരിച്ചാൽ അത്രയും സന്തോഷവതിയാണ്. അങ്ങനെ മരിച്ചാൽ ഇവർക്കൊക്കെ ആര് ചോറ് കൊടുക്കും? കാര്യം എല്ലാ ആഗ്രഹവും പോകാൻ സാധിച്ചു തന്നു. മക്കളെല്ലാം അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു. പിന്നെ എല്ലാവർക്കും കിടക്കാടം ഉണ്ട്, സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും അവരവർ ജീവിക്കാൻ, ജോലി ചെയ്ത് ജീവിക്കാനുള്ള എല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് ഭൂമിയിൽ ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ഒന്നുമില്ലാതെ വന്ന് ഒന്നുമില്ലാതെ പോകണം. പക്ഷെ അതുവരെ ഇവർക്ക് കൊടുക്കണം. ഈ ആഹാരം കഴിക്കുന്ന ഇനിയും ഒരുപാട് മനുഷ്യർക്ക് അന്നം കൊടുക്കാൻ അപ്പോഴാവത് വേണം. ആശുപത്രിയിലൊക്കെ പണമായി അവർ ആശുപത്രിയിലോട്ട് ചെന്നാൽ പല പല ടെസ്റ്റുകളും അതും ഇതുമൊക്കെ പറയും, അതൊക്കെ ചെയ്യാം. പിന്നെ സർക്കാർ ആശുപത്രിയിൽ പോയാൽ 10 ദിവസം കയറി ഇറങ്ങണം ഓരോന്നിനും. അതുകൊണ്ട് അതിന് പോകാനും പറ്റത്തില്ല. അത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. മുടങ്ങുന്ന എനിക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റത്തില്ല. ഞാൻ എവിടെ ഗുരുവായൂരൊക്കെ ഇടയ്ക്ക് പോയാലും രാത്രി പോയിട്ട് പിറ്റേന്ന് ഇവിടെ എത്തും. അവധി ദിവസം ഞാനത് ഓർക്കും. ഇപ്പൊ നമ്മളൊരു ഹോട്ടലാണെങ്കിലേ ഈ ഹോട്ടൽ അടച്ചാൽ വേറെ ഹോട്ടലിൽ പോയി അവർ കഴിക്കാം. ഇതിപ്പോ അവർക്ക് വെറുതെ കിട്ടുന്ന ഒരു ഭക്ഷണമാണ്. അവരത് പ്രതീക്ഷിച്ച് ചിലപ്പോൾ ദൂരേന്ന് വരെ നടന്നു കിടക്കുവാണെങ്കിൽ അതുകൊണ്ട് ഒരു നേരത്തെ അന്ന മുടങ്ങി. ഇപ്പം തന്നെ ഈ വഴി അടച്ചത് കൊണ്ട് ഒരുപാട് പേർക്ക് ആഹാരത്തിന് വരാൻ പറ്റുന്നില്ല. പാൽക്കുളങ്ങര അങ്ങ് ഐത്തിക്കിപ്പുറമൊക്കെ ഉള്ളവർ വന്ന് കഴിച്ചിട്ട് പാത്രത്തിൽ കൊണ്ടുപോകും. നമ്മൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ അവർക്കൊന്നും വരാൻ വയ്യ, കാലും കൈയും വരാൻ വയ്യാത്തൊരു പാളത്തിൽ കൂടെ നടന്നു വരത്തില്ല. പിന്നെ 2 കിലോമീറ്റർ നടക്കണം. ആരെങ്കിലും വരും. മൂന്നാംകുറ്റിന്നൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അവരൊക്കെ ആള് കുറവാണ് ഇപ്പൊ. അങ്ങനെ കല്ലുംതാഴൊന്നും തന്നെ മന്നെ ജയസം ബേക്കറിയുടെ ഇപ്പുറം. നമ്മള് റോഡിന് പടിഞ്ഞാറ് വശം കൊടുത്തു, ഇപ്പൊ കിഴക്ക് വശം. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പിന്നെ അറിയാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇടയ്ക്ക് റേഡിയോ വിൻസറി പറയും, ഇങ്ങനെ ഭക്ഷണം ഉണ്ട്, സദ്യ ഉണ്ട്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു സദ്യ ഉണ്ട്, അപ്പൊ എല്ലാവരും വന്ന് കഴിക്കണം എന്ന് പറയും. കാര്യം അങ്ങനെങ്കിലും ആരെങ്കിലും വരട്ടെ, വന്ന് കഴിക്കട്ടെ, നമുക്ക് വെച്ച് കൊടുക്കാൻ കളയാതെ കൊടുക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹമേ ഉള്ളൂ മോളെ. ഇനി ഒരുപാട് വർഷം പോട്ടെ. അതേ ഉള്ളു. എനിക്ക് 3 വർഷം, എനിക്ക് പെട്ടെന്ന് 3 വർഷം എത്തിയല്ലോ. 3 വർഷം. രണ്ടാമത്തേന് പിന്നെ ആരെടുത്തൊന്നും പറഞ്ഞത്, ഇത് 3ാമത്തെ വർഷമാണ്. എന്തോ എനിക്ക് രാത്രി കിടന്നപ്പോ തോന്നിയപ്പോഴാണ് ഞാൻ ഡേറ്റ് ഒക്കെ കണ്ടോ അമ്മ വിളിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ ചാനൽ തുടങ്ങിയിട്ട് ഇത്ര ദിവസം പൂർത്തീകരിക്കും. ഉയരങ്ങളിലെത്തുമെന്ന് വെച്ചാലേ ലോകത്തമ്മ ഒന്നും ആഗ്രഹിക്കാത്തവളാ. സ്കൂളിൽ പോയിട്ടില്ല. ഓരോരുത്തർ ആദരിക്കുമ്പോഴും ആദ്യമായിട്ട് എനിക്ക് ആ ജഡ്ജിമാരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത. ആ അരുവിന് പോലും ചെന്ന് നിൽക്കാൻ യോഗ്യതയുള്ളവരല്ല, അവരുടെ എല്ലാം മുമ്പിൽ വെച്ച് അമ്മയെന്ന് വിളിച്ചവര് ആദരിച്ച പൈസയൊക്കെ തന്നത് ഭയങ്കരമായ ഒരു അനുഭവം. ആദ്യമായിട്ട് അവരാണ് എന്നെ ആദരിച്ചത്. അത് നമ്മുടെ ആനന്ദവല്ലീശ്വരം SNDP ഓഡിറ്റോറിയത്തിലായിരുന്നു. അങ്ങനെ എത്ര വേദികൾ ഇനിയുണ്ട്. ഇനി ഇത് കൊണ്ടൊന്നും തീർന്നിട്ടില്ല. കാരണം അമ്മ ചെയ്യണം ഇത്. ഇപ്പം നമ്മളിത് ഒരു പരസ്യത്തിനോ മറ്റുള്ള ആൾക്കാരുടെ സിമ്പതിക്കോ ഒന്നും അല്ല മക്കളെ, അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നു. ഇപ്പൊ മോള് തന്നെ ചോറ് കൊടുക്കുന്നത് ഞാൻ അറിഞ്ഞു. എത്ര പൊതി കൊടുക്കുന്നു, അങ്ങനെ എത്ര പേര് കൊടുക്കുന്നെന്ന് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ സന്തോഷം. അതുപോലെ ഒരുപാട് പേർക്ക് ഏതൊരു ഇതാവട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിപ്പോൾ അമ്മ ഒന്ന് തുടങ്ങണ സമയത്ത് ഞാൻ ഫസ്റ്റ് ചോദിച്ചു അമ്മേനെ കൊണ്ട് ഇത് പറ്റുമോ, കുറച്ചധികം വീഡിയോ ഒക്കെ കണ്ട് കുറച്ചധികം മനുഷ്യരൊക്കെ വന്ന അമ്മേനെ കൊണ്ട് ഇത് പറ്റുമോ, ആരെങ്കിലും സഹായിക്കുമെന്ന് വിചാരിച്ചല്ലോ തുടങ്ങിയത്. സ്വന്തം അധ്വാനത്തിന്റെ പുറത്ത് തന്നെ തുടങ്ങിയത്. ഇപ്പൊ ആണെങ്കിൽ പണിക്ക് പോവാനുള്ള അവധില്ല. തൊഴിലുറപ്പ് തുടങ്ങിയിട്ടുണ്ട്, പോവാൻ പറ്റത്തില്ല, അവധില്ല. പിന്നെ ഇതിങ്ങനെ മുന്നോട്ടങ്ങ് കൊണ്ടുവന്ന ആൾക്കാരെന്ത് പറയല്ലോ എനിക്കൊന്നുമില്ല. ഞാൻ വിശപ്പിന് ആഹാരം കൊടുക്കുന്നു, അത് കഴിയുമ്പോൾ ഞാൻ പോകും. ആരെങ്കിലും പറഞ്ഞോ നിങ്ങൾക്ക് വേറെ പണിയില്ലേ ഇങ്ങനെയൊക്കെ? അതല്ല, ഇവിടെ ഇപ്പൊ ചോറ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ പലരും വരും ചോറിന്. അപ്പോൾ അവര് കുടിച്ചവരാണോ അല്ലാത്തവരോ അതൊന്നും നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ മുമ്പിൽ വന്ന് ചോറ് ചോദിക്കുന്നു, നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ആൾക്കാർ പറയും അവർക്ക് ഒരു ജോലിയില്ല, ഇവളിവിടെ വന്ന് നിന്ന് ഇതൊക്കെ ചോറ് കൊടുക്കുന്നു. പക്ഷേ അതിൽ വിശപ്പുന്ന വരുന്നവരുണ്ടെന്ന് ഇവർ ചിന്തിക്കണം. ഇവരെ കൊണ്ട് പറ്റുമോ അവർക്ക് ആർക്കെങ്കിലും ഒരു നേരത്തെ വാങ്ങിച്ചു കൊടുക്കാൻ? നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, ഈശ്വരനെ നിലനിർത്തി മുന്നോട്ട് പോകുന്നു. ആരുടെ ഒന്നുമില്ല. പിന്നെ മനസ്സറിഞ്ഞ് ആര് കൊണ്ട് തന്നാലും സന്തോഷത്തോടെ വാങ്ങിക്കും. അത് പിറ്റേന്ന് സാധനം എല്ലാം വാങ്ങിച്ച ആളുകൾക്ക് കൊടുക്കും. അത് ആര് കൊടുത്താലും ആ പണം മറ്റൊരാൾ, എനിക്ക് ആര് തന്ന, എൻ്റെ ബന്ധുക്കൾ തന്നാലും സഹോദരങ്ങൾ തന്നാലും ആര് തന്നാലും എല്ലാം ഇതിൽ തന്നെ. എനിക്ക് വിഷയലായിട്ടൊന്നും, പിന്നെ ഈ മരുന്നിനോ ഒരു മൂവേല അല്ലാതെ വിഷയം ഒരു വസ്ത്രം പോലും ഞാൻ വാങ്ങിക്കാറില്ല. എല്ലാം മക്കളൊക്കെ എടുത്തു തരുന്നതാണ്. അതിന് പോലും 5 പൈസ ചിലവാക്കത്തില്ല. ആശുപത്രിയിലും പോകുന്നത് ഞാൻ നെഞ്ചിടിച്ചോണ്ടാണ്. കാര്യം അതുകൊണ്ടേ 2 ദിവസം ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാന്നുള്ള ഒറ്റ ചിന്തയാണ്. എല്ലാം നടക്കും. ഇതുവരെ എത്തിച്ചില്ലേ? എത്തിച്ചു. ജോലി ചെയ്ത് കൊടുക്കാനുള്ള ഒരുപാട് പേര് മെസ്സേജ് അയക്കും, അവരുടെ അമ്മയുടെ ആണ്ട് അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ എല്ലാവർക്കും ഇതുപോലെ ഊണ് കൊടുക്കുന്ന ആളുകളുടെ നമ്പർ കൊടുക്കും. കാരണം എനിക്ക് എല്ലാവരെയും എനിക്ക് കൊണ്ടു നടന്നിട്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലല്ലോ.
അപ്പൊ അതുകൊണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളെ നമ്പർ കൊടുക്കും, നിങ്ങൾ പറഞ്ഞു ഇത്ര പേർക്കുള്ള ഭക്ഷണം അവർ കൊടുക്കും എന്ന് പറയുക ചെയ്യാം. അപ്പൊ അങ്ങനെ ഇനിയും ആളുകൾ വരട്ടെ, ഒരുപാട് പേരുടെ വിശപ്പ് മാറാൻ പറ്റട്ടെ. അതെ. കഴിക്കട്ടോ, കഴിച്ചോളാം, സന്തോഷം. പിന്നെ ഞാൻ വന്നോളാം. അവരോട് പറയണേ പിള്ളേരുടെ അടുത്ത് ഞാൻ തിരക്കിന്ന് പോവാ. പായസവും കൂടി ഉണ്ട്.